ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഹെവൻ ഓഫ് സ്റ്റോറി ടെല്ലർ 2.0. സോറി താമസിച്ചതിന്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകാം. ചെകുത്താൻ്റെ പ്രണയം തുടരുന്നു. പിറ്റേ ദിവസം വൈകുന്നേരം 5 മണി. രുദ്രനും ഇഷയും ഇരുവരും അമ്പലത്തിൽ വന്നതാണ്. ഇഷയുടെ ആഗ്രഹം കാരണം. രുദ്രൻ വലിയ സന്തോഷത്തിലാണ്. ഇഷയുടെ മുഖത്തും വല്ലാത്ത തെളിച്ചം. ക്ഷേത്ര ദർശനം കഴിഞ്ഞവർ ഇരുവരും തങ്ങളുടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇരുവരും രുദ്രന്റെ കോട്ടയത്ത് കുമരകത്തുള്ള റിസോർട്ടിലോട്ടാണ് വന്നത്. അവന്റെ പേഴ്സണൽ റൂമിലേക്ക്. ഭക്ഷണമെല്ലാം കഴിച്ച ശേഷം ഇഷയും രുദ്രനും കായലിനടുത്തുള്ള സിമന്റ് ബെഞ്ചിലിരിക്കുകയാണ്. കുറെ നേരമായി ഇഷയുടെ ആലോചന കണ്ട രുദ്രൻ ചോദിച്ചു, എന്തു പറ്റി? രുദ്ര, അന്ന് എന്താ നടന്നതെന്ന് നിനക്കറിയുണ്ടോ? ഇഷ പെട്ടെന്ന് ചോദിച്ചു. രുദ്രൻ വേണമെന്ന രീതിയിൽ തലയാട്ടി. സത്യം പറഞ്ഞാൽ അവൻ ഈ റിസോർട്ടിലോട്ട് വന്നത് പോലും അവളോട് എല്ലാം ചോദിക്കാനാണ്. കാരണം വീട്ടിൽ അത് അത്ര നല്ലതല്ല എന്ന് രുദ്രനും തോന്നിയിരുന്നു. ഇഷ കായലിലേക്ക് നോക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു, രുദ്ര, അന്ന് ഓർമ്മയുണ്ടോ നമ്മൾ പിരിഞ്ഞ ദിവസം, കല്യാണത്തിന്റെ തലേ ദിവസം? ഉണ്ട് എന്ന പോലെ രുദ്രൻ തലയാട്ടി. അവനും അന്നത്തെ ദിവസത്തിലേക്ക് പോയി. അന്ന് നടന്നത് ഇതേ റിസോർട്ടിൽ, ഇതേ സ്ഥലത്ത്. അന്ന്. രുദ്ര, എന്തു പറ്റി? രുദ്രനെ നോട്ടം കണ്ട് ഇഷ ചോദിച്ചു. അതിന് ചിരിയോടെ അവൻ മറുപടി നൽകി, ഏയ്, നാളെ രാത്രി നീ എൻ്റെ ഒപ്പം എൻ്റെ റൂമിൽ എൻ്റെ താലിയുമായി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും അതെന്താടി? അല്ല, ഞാൻ ശരിക്കും ഈ ചെകുത്താൻ്റെ ഭാര്യയാകാൻ പോവുകയാണല്ലോ എന്ന് ഇഷ കുറുമ്പോടെ പറഞ്ഞു. ശരിയാ, എന്നാലും കോളേജ് ബ്യൂട്ടി ആയിരുന്നു നിനക്ക് എങ്ങനെയാണ് എന്നെ നിന്റെ ഭാഷയിൽ പറഞ്ഞ ഈ ചെകുത്താനെ ഇഷ്ടപ്പെടാൻ കാരണം? ആഹാ, നല്ല സമയം. കല്യാണം നാളെ വെച്ചിട്ട് ചോദിക്കാൻ പറ്റിയ ടൈം. എന്തു പറ്റി? ഈ 5 വർഷം മോന് സമയം കിട്ടിയില്ലേ? ചോദിക്കാൻ തോന്നിയില്ല. പക്ഷെ ഇപ്പോൾ തോന്നുന്നു. എന്തോ ഒരു കൊതി. അവൻ്റെ വാക്കുകളിൽ അതറിയാനൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതറിഞ്ഞ ഇഷ അവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നിട്ട് കണ്ണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോടൊരു ക്രഷ് ഉണ്ടായിരുന്നു. നിന്റെ ഗ്ലാമർ തന്നെ കാരണം. പക്ഷെ നിന്റെ അടുത്ത് അടുക്കാനുള്ള ഭയം. അത് പക്ഷെ അന്നത്തെ ആ പ്രോബ്ലം. അന്ന് നീയില്ലായിരുന്നുവെങ്കിൽ പത്രത്തിന് മുന്നിൽ ഒരു റേപ്പ് കേസായി വന്നേനെ ഞാൻ. ഇഷ ഇടർച്ചയോടെ പറഞ്ഞു. എന്നിട്ട് തുടർന്നു, എനിക്കറിയാം കോളേജിൽ നിന്റെ കണ്ണിൽ ഞാൻ പെട്ട് കാണില്ല എന്ന്. പക്ഷെ അന്നത്തെ ഇൻസിഡൻറ്റിന് ശേഷം എനിക്ക് ഒന്നു മാത്രമാണ് തോന്നിയത്. എൻ്റെ അച്ഛൻ. അവിടെ എനിക്ക് കിട്ടിയ സുരക്ഷിതത്വം അതെനിക്ക് നിന്റെ നെഞ്ചിൽ ചേർന്ന് നിന്നപ്പോൾ കിട്ടിയിരുന്നു. ആ നിമിഷം മുതൽ ഞാൻ പോലും അറിയാതെ നിന്നെ സ്നേഹിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് രണ്ടും കൽപ്പിച്ചു കൊണ്ടുവന്ന് പ്രപ്പോസ് ചെയ്തത്. പക്ഷെ ഈ ചെകുത്താൻ ഇങ്ങനെ മൂക്കും കുത്തി വീഴുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇഷ പൊട്ടിച്ചിരിച്ചു. പക്ഷെ രുദ്രൻ പറഞ്ഞില്ല അവളോട് ഈ സുന്ദരി കുട്ടിയെ ആദ്യം മുതലേ അവന് നോട്ടമുണ്ടായിരുന്നുവെന്ന്. ഒന്ന് പോടി പെണ്ണെ, എനിക്ക് നിന്റെ സൗന്ദര്യത്തെക്കാൾ നിന്റെ ധൈര്യമാണ് ഇഷ്ടപ്പെട്ടത്. എന്നെ പേടിയോടെ നോക്കിയ കണ്ണുകളിൽ നിന്നും വ്യത്യസ്തം നിറഞ്ഞൊരു ഭാവം. പെണ്ണെ, നിന്നെപ്പോലെ ഒരു സുന്ദരി വന്നാൽ ചുമ്മാ ഒരു കൈ നോക്കാമെന്നും കരുതി. പാടാ. ഇഷ പതിയെ അവൻ്റെ കയ്യിലടിച്ചു. രുദ്രൻ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ബട്ട് എനിക്ക് ഉറപ്പാണ് നിന്നെ എനിക്ക് തന്നത് എൻ്റെ മുത്തുവിൻ്റെ ദൈവമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. മുത്തുവിൻ്റെ പ്രാർത്ഥന കണ്ടില്ലേ? ഞാൻ പോലും അറിയാതെ നീ എന്നെ മാറ്റി. എനിക്ക് ഇങ്ങനെയൊരു മുഖം, ഇങ്ങനെയൊരു സ്വഭാവം, ഇതൊക്കെ എനിക്ക് പോലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഐ ലവ് യു ഇഷ. രുദ്രൻ അവളുടെ മുഖം കൈകളിലെടുത്തുകൊണ്ട് അവളുടെ ചുണ്ടുകളെ ലക്ഷ്യമാക്കി വന്നതും ഇഷ ചിരിയോടെ അവനെ നോക്കി. പെട്ടെന്ന് തന്നെ അവൻ തൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിലേക്ക് തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു. ഹാ, ഇഷ അവനെ നോക്കി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി.
അത് കണ്ട രുദ്രൻ കുറുമ്പോടെ എന്താടി? ഏയ് ഭയങ്കര വില്ലൻ, പക്ഷെ ഒരു ലിപ് ലോക്ക് ചെയ്യാൻ ധൈര്യമില്ല എന്ന് ആലോചിച്ച് ചിരിച്ചതാണ്. എൻ്റെ ധൈര്യം ഞാൻ കാണിക്കേണ്ട ടൈം വരട്ടെ. ഒരു താലി നിന്റെ കൈ ഒരു താലി എൻ്റെ കൈ കൊണ്ട് നിന്റെ കഴുത്തിൽ കെട്ടട്ടെ. എന്നിട്ട് മാത്രമേ രുദ്രൻ്റെ കൈ നിന്റെ ശരീരത്തിൽ തൊടൂ. നിന്റെ ശരീരത്തിൽ ഞാൻ തൊടുമ്പോൾ എനിക്കെൻ്റെ ഭാര്യയാണ് എന്ന് ഉറപ്പും. പിന്നെ നമ്മുടെ കുഞ്ഞ് വരുമ്പോൾ സന്തോഷവും വരണം. കാരണം കാമം തീർത്തൊരു കുഞ്ഞുണ്ടായി അതിനോട് വെറുപ്പ് കാണിക്കുകയല്ല വേണ്ടത്. രുദ്രൻ പെട്ടെന്ന് പല ഓർമ്മകളിൽ കടന്നു. അതിനാൽ തന്നെ അവൻ്റെ മുഖം മാറുന്നത് കണ്ട ഇഷ പെട്ടെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ലവ് യു രുദ്ര. ആ വാക്കുകൾ മതിയായിരുന്നു രുദ്രനെ തന്നെ മനസ്സിനെ ശാന്തമാക്കാൻ. പെട്ടെന്നാണ് രുദ്രൻ്റെ ഫോണിലേക്ക് ഒരു കോൾ കണ്ടത്. വാര്യർ അങ്കിൾ. അവൻ ഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞു. ആ അങ്കിൾ പറ. മോനെ ഇഷ കൂടെ ഉണ്ടോ? അദ്ദേഹത്തിൻ്റെ സ്നേഹം നിറഞ്ഞ ശബ്ദം കേട്ട രുദ്രൻ. അങ്കിൾ പേടിക്കണ്ട, അവൾ എൻ്റെ കൂടെ ഉണ്ട്, കൊടുക്കാം. അത്രയും പറഞ്ഞു രുദ്രൻ ഫോൺ ഇഷയ്ക്ക് കൈമാറി. ഫോൺ ചെവിയിലേക്ക് ചേർത്ത ഉടനെ ഇഷ ക്ഷമാപണത്തോടെ പറഞ്ഞു. സോറി അച്ഛാ, വണ്ടിയിലാണ്, ഫോൺ കണ്ടില്ല. ആ മോളെ വേഗം വീട്ടിലോട്ട് വന്നേ. അറിയാലോ അമ്മേ, നാളെ കല്യാണം എന്ന ഓർമ്മ ഉണ്ടാകണം. ഞങ്ങൾ വരാം അച്ഛാ. ശരി. ഫോൺ വെച്ചിട്ട് അവൾ രുദ്രനെ നോക്കി പോകാമെന്ന അർത്ഥത്തിൽ രുദ്രനും. പിന്നെ അവൻ വേഗം അവളെ അവളുടെ കാർ കിടക്കുന്ന ഇടത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് തൻ്റെ വർക്കുകൾക്ക് വേണ്ടി അവനും തിരിച്ചുപോയി. 20 മിനിറ്റിന് ശേഷം ഇഷ തൻ്റെ വീട്ടിലേക്ക് വന്നു. ഏതാണ്ട് വൈകിട്ട് 4-4:30. വന്ന ഉടൻ തൻ്റെ മാതാപിതാക്കളോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അവർ സത്യം പറഞ്ഞാൽ വലിയ വിഷമത്തിലാണ്. ഭാര്യയുടെ ഫാമിലി ഒന്നും അവളുടെ കല്യാണത്തിന് വരില്ല. കാരണം രുദ്രനുമായുള്ള വിവാഹം തന്നെയാണ്. അവനെപ്പോലെ ഒരാളെ അവരുടെ കുടുംബത്തിൽ വരുന്നത് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. പക്ഷെ വാര്യരും തൻ്റെ ഭാര്യ മീനയും മകളുടെ സന്തോഷത്തിനേക്കാൾ വലുതായി ഒന്നും കാണാത്തതിനാൽ അവർക്കും വിഷമമുണ്ടെങ്കിലും മകൾക്ക് വേണ്ടി അവരതിനെ മനഃപൂർവ്വം മറച്ചു വെച്ചു. ഒപ്പം തങ്ങളുടെ മകളെ സന്തോഷമാക്കാൻ ശ്രമിച്ചു. അവരോട് കുറച്ചു നേരം സംസാരിച്ചിട്ട് ഇഷ പോയി തൻ്റെ വർക്കുകൾ ചെയ്തു. എന്നിട്ട് കുറച്ചു നേരം കണ്ണുകൾ അടച്ചു കിടന്നു. അവൾ ഫ്രഷാകാനായി പോയി. എല്ലാം കഴിഞ്ഞ് അവൾ താഴേക്ക് ചെയ്യുമ്പോൾ മുന്നിൽ കണ്ട കാഴ്ചയിൽ ഇഷ ഞെട്ടിപ്പോയി. കത്തിമുണിയിൽ തൻ്റെ ഫാമിലി, കുറെ ആളുകളും. അച്ഛാ, അമ്മ, എന്താ ഇത്? നിങ്ങളൊക്കെ ആരാ? അവൾ അവർക്കടുത്തേക്ക് മാഞ്ഞു. ഒപ്പം ഇഷ പെട്ടെന്ന് രുദ്രനെ വിളിക്കാൻ തിരിഞ്ഞതും പെട്ടെന്നൊരാൾ അവളുടെ അടുത്തേക്ക് പാഞ്ഞു വരുന്നതും കണ്ട ഇഷ വേഗം അടുത്ത റൂമിൽ കയറി വാതിൽ ലോക്ക് ചെയ്തു. എന്നിട്ട് രുദ്രൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു. അവൻ പക്ഷേ കോൾ എടുത്തില്ല. അതേസമയം പുറത്തു നിന്നവർ ആ റൂമിൻ്റെ വാതിൽ തുറക്കാൻ ചവിട്ടുന്നത് കണ്ട ഇഷ വേഗം രുദ്രൻ്റെ ഫോണിലേക്ക് മെസ്സേജ് ചെയ്തു. രുദ്ര, ഐ നീഡ് ഹെൽപ്പ്, ഐ ആം ഇൻ ട്രബിൾ. അവൾ മെസ്സേജ് അയച്ച് അത് സെൻഡ് ആകുന്നത് കണ്ടപ്പോഴേക്കും വാതിൽ ചവിട്ടി തുറന്ന് ആ ഗുണ്ടകൾ പാഞ്ഞു വന്നു. അവളുടെ കയ്യിലെ ഫോൺ വലിച്ചെറുകയും ഒപ്പം ഇഷയുടെ ചെവിക്കല തോർത്ത് അടിക്കുകയും ചെയ്തു. അടിയുടെ ശക്തിയിൽ ഇഷ തല കറങ്ങിപ്പോയി. ഒപ്പം അവൾ വീഴുകയും ചെയ്തു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇഷ കണ്ണു തുറക്കുമ്പോൾ അവൾക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. പിന്നെയാണ് അവൾക്കത് മനസ്സിലായത്. താൻ അമ്മയുടെ മടിയിലാണ് എന്നും ഇത്ര നേരമായിട്ടും തൻ്റെ ആളുകൾ ആ ആളുകൾ ഇപ്പോഴും അവർക്കടുത്തുണ്ട് എന്നും. പിന്നെ പതിയെ അവൾക്ക് കാര്യം ബോധ്യമായി. ഇവരുടെ ആവശ്യം വിവാഹത്തിൽ നിന്നും പിന്മാറാൻ വേണ്ടിയാണ് എന്നും അതിനായി ഇട്ടുവിനെ പിടിച്ചു വെച്ചേക്കുകയാണ് എന്നും. ആദ്യം അത് ഇഷ സമ്മതിച്ചില്ലെങ്കിലും വീഡിയോ കോളിൽ തൻ്റെ സഹോദരനെ ഇരിക്കുന്ന കാഴ്ച കണ്ടതും ഇഷ നിസ്സഹായയായി. ഇടയ്ക്ക് തന്നെ കിട്ടാഞ്ഞിട്ട് രുദ്രൻ അച്ഛൻ്റെ ഫോണിൽ വിളിക്കുമ്പോഴും ഇഷയ്ക്ക് മനസ്സിലായി രുദ്രൻ തൻ്റെ ഫോൺ മെസ്സേജുകൾ കണ്ടിട്ടില്ല എന്നും തനിക്കിനി ഒരു വഴിയില്ല എന്നും. പിറ്റേ ദിവസം ഇഷ അമ്പലത്തിൽ വരുമ്പോഴെല്ലാം
രുദ്രനെ എല്ലാം അറിയിക്കാൻ അവൾ ശ്രമിച്ചുവെങ്കിലും ആ ആളുകൾ കല്യാണത്തിന് വന്നവരുടെ കൂട്ടത്തിൽ കണ്ടതും ഇഷ ശരിക്കും തളർന്നു പോയി. പ്രണയത്തോടെ താലി കെട്ടാനായി തുടങ്ങിയ രുദ്രനെ തടഞ്ഞുകൊണ്ട് ഇഷ വിവാഹത്തിന് സമ്മതമല്ല എന്ന് പറയുന്നതും അവിടെ നിന്ന് പോകുന്നതും, ഇഷയുടെ അടുത്ത് രുദ്രൻ കാര്യങ്ങൾ തിരക്കാൻ തുടങ്ങിയതും ഇഷ അവനെ തള്ളി മാറ്റി ഓടിയതും, ഇതെല്ലാം ഒരേ സമയം ഇരുവരും ഓർത്തു. രുദ്രൻ കരഞ്ഞുകൊണ്ട് പറയുന്നവളെ നോക്കി. എന്നിട്ട് ഇഷ ഇങ്ങനെ പറഞ്ഞു, രുദ്ര, അന്ന് ഞാൻ നേരെ പോയത് ഇട്ടുവിന് വേണ്ടിയായിരുന്നു. പക്ഷെ അവർ പിന്നെയും ഞങ്ങളെ, നിനക്കറിയോ, അന്ന് നീ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ പോലും അവരകത്തുണ്ടായിരുന്നു. പിറ്റേ ദിവസമാണ് അവർ ഇട്ടുവിനെ എത്തിക്കുന്നത്. അപ്പോഴേക്കും ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല. നിന്റെ ദേഷ്യം, എന്നോടുള്ള പക എല്ലാം കണ്ട അച്ഛൻ, നിന്നെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ വന്ന അച്ഛനും അമ്മയും പിന്നെ ഞാൻ അറിഞ്ഞത് ജീവന് വേണ്ടി പോരാടുന്നവരെയാണ്, അവരെയാണ്. പക്ഷെ പിന്നെ ഈ നിമിഷം വരെ എനിക്കറിയില്ല എന്താണ്, എങ്ങനെയാണ് എന്നൊന്നും. ഈ വീടുകൾ, സ്വത്തുക്കൾ എല്ലാം പോയത് എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ എന്നോട് പറഞ്ഞതൊന്ന് മാത്രമാണ്, തോറ്റു കൊടുക്കരുത് എന്ന്. ഇപ്പോഴും എല്ലാം അവ്യക്തമാണ്. എന്തൊക്കെയോ എവിടേക്കോ എനിക്കറിയില്ല. നീ എന്തുകൊണ്ട് മെസ്സേജ് കണ്ടില്ല? എങ്ങനെയാണ് അച്ഛൻ്റെ സ്വത്തുക്കൾ ഞങ്ങളുടെ അരികിൽ നിന്ന് പോയി? ആരാണവർ എന്നൊക്കെ. പക്ഷേ ഒന്നുണ്ട് രുദ്ര, അന്ന് എന്നോട് ഈ വിവാഹം വേണ്ട എന്ന് പറയാൻ പറഞ്ഞത് അതൊരു സ്ത്രീയായിരുന്നു. ഇഷ ഉറപ്പോടെ പറഞ്ഞു. തുടരുന്നു. എനിക്കറിയാം കഥയിൽ എന്തൊക്കെയോ ഒരു അവ്യക്തതയുണ്ട്, ഒരു ഇൻകംപ്ലീറ്റ് ഉണ്ടെന്ന്. സോറി, ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ വീട്ടിലോട്ട് പോന്നു, എൻ്റെ സ്വന്തം വീട്ടിൽ. പിന്നെ ഫാമിലിയുടെ കൂടെ നിന്നപ്പോൾ സ്റ്റോറി എഴുതാനൊന്നും പറ്റിയില്ല. പിന്നെ ക്ഷീണം, ഉറക്കം അങ്ങനെ അങ്ങ് പോയി. പെട്ടെന്ന് 2 ദിവസമായല്ലോ, നിങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ വേഗം എഴുതി പോസ്റ്റ് ചെയ്യുകയാണ്. നാളത്തെ എപ്പിസോഡിൽ നിങ്ങൾക്കെല്ലാം ക്ലിയർ ആവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. അപ്പോൾ തുടരുന്നു. എല്ലാവരോടും നന്ദി.